അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്തൊരു കാര്യവും എന്തൊരു ആഗ്രഹങ്ങളാവട്ടെ മുറാദുകളാവട്ടെ എന്തൊരു സംഭവമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്കത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ദിക്റ് ചൊല്ലിയിട്ട്. അപ്പോൾ ഇത് ചൊല്ലിയിട്ട് നമ്മൾ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങളായിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് മനസ്സിലൊരു മുറാദുണ്ട്. അപ്പോൾ ഞാനും ആ കാര്യത്തിന് വേണ്ടി ഇത് ചൊല്ലാൻ ഉദ്ദേശിച്ചിട്ടോ എൻ്റെ മുറാദ് നടന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട് കേട്ടോ. കാരണം അത്രക്കും പവർഫുള്ളായ ഒരു ദിക്റാണ്. അങ്ങനെ കമൻറ്റ് കണ്ടിട്ടാട്ടോ ഞാനും ഈ ദിക്റ് ചൊല്ലണത്. അപ്പോൾ ഈ ദിക്റിനെ കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മൾ അങ്ങനെ നടക്കില്ലെന്ന് വിചാരിച്ച് എഴുതി തള്ളപ്പെട്ട ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിക്റിനുണ്ട്. അപ്പോൾ ഈ ദിക്റ് എങ്ങനെയാണ് നമ്മളോട് മുത്തുനബി ചെയ്യാൻ പറഞ്ഞതെന്ന് കേട്ടോ ഇനി പറയണത്. അപ്പോൾ ഹദീസിൽ വന്നൊരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരിക്കൽ മുത്തുനബിയെ മഹാന്മാർ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ആ സ്വപ്ന ദർശന വേളയിൽ മുത്തുനബിയോട് അവർ ചോദിച്ചു, യാ റസൂലല്ലാ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് കുറേ ആഗ്രഹങ്ങളുണ്ട്, കുറേ മുറാദുകളുണ്ട്. അതൊക്കെ പെട്ടെന്ന് നിറവേറി കിട്ടാൻ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് കൈ നീട്ടേണ്ടത്? നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ ആരെന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കൈ നീട്ടി വാങ്ങൂലേ, അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് കൈ നീട്ടി വാങ്ങേണ്ടത്? ഏത് രീതിയിലാണ് ഞാൻ തവസ്സുൽ ചെയ്യേണ്ടത് എന്ന് മഹാന്മാർ മുത്തുനബിയോട് ചോദിക്കുകയാണ് കേട്ടോ. സ്വപ്ന ദർശനത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തുനബി പറയാണ്, എന്താ പറയണത്? ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം അള്ളാഹുമായി പങ്കിടാനുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ, മുറാദുകളൊക്കെ ഹാസിലാകാനുണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സുജൂദ് ചെയ്യാം. സുജൂദ് ചെയ്തിട്ട് 40 പ്രാവശ്യം കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുക. ഇഷാറത്ത് ചെയ്ത് ആ ദിക്റിനെ ഇങ്ങനെ ഉരുവിടുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏതാണ് ആ ദിക്റ്? നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ദിക്റാണ്. അപ്പോൾ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്നും കൂടെ പറയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റിനെ ഒരുപാട് വട്ടം 40 പ്രാവശ്യം സുജൂദിൽ കടന്നുകൊണ്ട് കൈകൊണ്ട് ഇഷാറത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. തീർച്ചയായും നമ്മൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറ്റിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സംശയം ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ, അങ്ങനത്തെ മനസ്സ് എൻ്റെ റബ്ബ് എനിക്ക് തരും. ആ റബ്ബിൽ വിശ്വാസമുണ്ടോ? ഇന്നത് റബ്ബ് തരും. എൻ്റെ രക്ഷിതാവാണ്. നമ്മൾ എവിടെ പോയാലും നമുക്ക് കൂട്ട് അള്ളാഹു മാത്രമാണ്. അപ്പോൾ നമ്മൾ സുജൂദ് കടന്ന് 40 വട്ടം ഈ ദിക്റിനെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇഷാറത്ത് ചെയ്തിട്ട് നമ്മൾ എന്ത് കാര്യം അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും നല്ല നിയ്യത്തോടു കൂടി നല്ല അക്ഷരസ്ഫുടതയോടു കൂടി ചെല്ലണം കേട്ടോ. അങ്ങനെയൊക്കെ ചൊല്ലി ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്